ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫ് ഇതേപോലെ വലിയ വലിയ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വേവിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ആ ഉപ്പൊക്കെ ആ ബീഫിലേക്ക് നല്ല പോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. അപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലായതുകൊണ്ട് 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതേ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെ കുരുമുളകിൻ്റെയും വേപ്പിലൊക്കെ മണം വരുന്നുണ്ട്. ഇനി ഈ കുക്കറിൽ നിന്ന് നമുക്ക് ബീഫ് ഊറ്റി എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ കഷ്ണങ്ങളും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീഫിലേക്ക് പുരട്ടി വയ്ക്കാനായിട്ട് മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ അരിപ്പൊടി. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ഉണ്ട വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങ പിഴിഞ്ഞ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് വേണം ഇപ്പോൾ ഉപ്പിടാൻ. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമുക്ക് വെള്ളത്തിന് പകരം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ആ കുക്കറിൽ ഊറി വന്ന വെള്ളമില്ലേ, അതിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കുക. അപ്പോൾ അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബീഫിൻ്റെ ഈ BDF ഉണ്ടാക്കാനുള്ള ബാറ്ററി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ BDFനുള്ള ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാണ്ട് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളകില്ലേ, അത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീഫിൻ്റെ കഷ്ണങ്ങളിലേക്ക് മസാല പുരട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ കൈമയ്ക്ക് വെളിച്ചെണ്ണ ആവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പോൾ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഫ്രൈ ആകുമ്പോൾ നമ്മൾ ഓരോ സൈഡ് മറിച്ചിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് പകർത്തിയിടാണ് കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ള ബീഫും ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മൊത്തം ബീഫും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ഞാൻ വറുത്ത് കോരിയിട്ട് ഈ ബീഫ് ഡ്രൈ ഫ്രൈയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ BDF റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.